ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുപ്പിക്കകത്ത് വെള്ളം എടുത്തു. എന്നിട്ട് അത് നമ്മൾ തീയിൽ കാണിച്ച് ചൂടാക്കുമ്പോൾ കുപ്പി ഉരുകുന്നതിന് പകരം അതിൻ്റെ അകത്തുള്ള വെള്ളമാണ് ചൂടാകുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്, അതായത് ഒരു യൂട്യൂബേഴ്സും ചെയ്യാത്ത ഒരു പരീക്ഷണമാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ കുപ്പിയും വെള്ളത്തിന് പകരം നമ്മൾ സെവണപ്പ് ട്രൈ ചെയ്യാൻ പോവാണ്. സെവണപ്പിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ അകത്ത് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. ഗ്യാസ് മീൻസ് വെള്ളത്തിൻ്റെ ലയിപ്പിച്ച് ഗ്യാസ് വെച്ച് ഉണ്ടാകുന്ന വെള്ളമാണ്. അപ്പോൾ അതാണ് നമ്മളെല്ലാം കുടിക്കുന്നതാണ്. നമ്മൾ കുടിക്കുമ്പോൾ ഒരു എരിവ് പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ്, നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചൂടാക്കാൻ പോകുന്നത്. ചൂടാക്കി കഴിഞ്ഞാൽ എന്താകുമെന്ന് അത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുക എന്തായിരിക്കും അതിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് എത്രത്തോളം എക്സ്പ്ലോഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നും നമ്മൾ പരീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള വീഡിയോ ആണ്. വാണിങ് എല്ലാവർക്കും തരാണ്. കാരണം കൊച്ചുകുട്ടികൾ കാണുന്നുണ്ട്. അവരാരും ഇത് ട്രൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ട്രൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളുടെ സഹായം തേടുക. മൊത്തം സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുകയുള്ളൂ. ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല ചെയ്യാൻ. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ വൈവർപ്പം യൂട്യൂബ് ചാനലും ഞാനും അതിന് ബാധ്യസ്ഥരല്ല. എന്തായാലും നമുക്ക് സമയം കളയേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂടാതെ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ സെവണപ്പാണ്. പക്ഷേ സെവണപ്പാണെങ്കിൽ വലുതായതുകൊണ്ട് എത്ര നല്ല എക്സ്പ്ലോഷൻ ഉണ്ടാകും. അതുകൊണ്ട് അതിനേക്കാളും ഒരു ചെറിയ മിനി സാധനം. പിന്നെ നമ്മളെ സ്ഥലത്ത് കറക്റ്റായിട്ട് പൊസിഷനിൽ ഇരിക്കണമെങ്കിൽ ഒരു മിനി സാധനം വേണം. അത് ട്രൈ ചെയ്തിട്ട് നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു വലുത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ഇപ്പോൾ കുഞ്ഞ് സാധനം എടുക്കണം. നമ്മൾ ഈ സാധനമാണ് എടുക്കുന്നത്. നമ്മൾ പത്തിരിയേ ഉള്ളൂ അത് വാങ്ങിയാൽ കിട്ടാൻ. അപ്പോൾ ഇത് ഇപ്പോൾ ടൈറ്റായിട്ട് ഇരിക്കുകയാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്ത് വെളി വെച്ചേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഈ ഏരിയ മൊത്തം ചൂടാണ്. നിങ്ങൾക്ക് വെയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി തണുപ്പ് മാറി വരുന്നുണ്ട്. അപ്പോൾ ടൈറ്റായിട്ട് ഇരിക്കുകയാണ്. നമ്മളപ്പോൾ എന്തായാലും കത്തിച്ച് ചൂടാക്കി നോക്കാൻ പോകുന്ന ഈ സാധനമാണ്. അപ്പോൾ ഇത് വേണം. നമ്മളൊരു മെഴുകുതിരി വെച്ചാണ് ചൂടാക്കുന്നത്. സോ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. സോ കൂടാതെ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ കറക്റ്റ് 2 കുറ്റി വെച്ചിരിക്കുകയാണ്. ഇത് വേറൊരു ആവശ്യത്തിന് വെച്ചാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയ്ക്ക് ഉപകാരപ്പെടുമെന്ന് വെച്ച് അതുകൊണ്ട് എടുത്ത് കളഞ്ഞില്ല. ഞാൻ അങ്ങനെ ഇതിൽ 2 സ്ഥലത്തോട്ട് കയറ് കെട്ടിയിരിക്കുകയാണ്. ഒരു കയറ് കെട്ടിയിട്ട് നടുക്കൂടെ ഒരു കയറ് താഴെട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാം, അവിടെ ഈ വയ്ക്കുന്ന സ്ഥലത്ത് നല്ല വെയിലാണ്. എന്താകുമെന്ന് ഒരു ചിന്തയും അല്ല, ഒരു ഇതുമില്ല. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. എന്തായാലും നമുക്ക് കിട്ടാം. സോ അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കുപ്പി വെച്ചിരിക്കുകയാണ്. നമ്മളിനി അത് കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ക്യാമറയെല്ലാം സെറ്റായി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. സോ എന്താകുമെന്ന് പറഞ്ഞാൽ നമുക്ക് കത്തിച്ച് നോക്കാം. എന്തായാലും നമുക്കെന്തായാലും മാറിയിരിക്കാം. സോ നമ്മൾ ഡിസ്റ്റൻസ് എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുപ്പി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ കവറൊക്കെ മാറ്റിയിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് നല്ല മോളിക്യൂൾസ് വരുന്നത് ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് നല്ല മോളിക്യൂൾസ് ഫോം ചെയ്യണം നല്ലതായിട്ട്. കാരണം അത്രയ്ക്ക് ചൂട് താഴേന്ന് കൊടുക്കുകയാണ്. നമ്മൾ പൊക്കം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ പൊക്കം കൂട്ടി വെച്ച് വേണം. പിന്നെ നമ്മളെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നേരെ ആവുന്നില്ല. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ അടുത്ത് വെച്ചപ്പോൾ നല്ല പെട്ടെന്ന് ഒരു ചെറുതായിട്ട് അവിടെ ഒരു എന്തോ നടന്നിട്ടുണ്ട്. ഐ തിങ്ക് നമ്മുടെ കുപ്പി ഉരുവിയിരിക്കുകയാണ്. എന്തായാലും നോക്കിത്തരാം. സോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇപ്പം കാണാം, നമ്മുടെ കുപ്പി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല. കുപ്പി അതിൻ്റെ അകത്ത് ചൂടാകുന്നതിന് പകരം കുപ്പിയാണ് ചൂടായി ഉരുവിയത്. അവിടെ ഒരു പൊത്തൽ വന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടുത്തത് ട്രൈ ചെയ്യാം. സോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കുപ്പി വെച്ചു. ആദ്യത്തെ നമ്മൾ ജസ്റ്റ് ഒരു പൊത്തൽ പോലെ വന്നു കേട്ടോ. താഴെ ഒരു ഹോൾ വന്ന് അവിടെ കൂടെ വെള്ളം വെളിയിലോട്ട് പോയി. അതാണൊന്നും നടക്കാത്തത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഉണ്ടാകുന്നത് നമുക്ക് കാണാം. സോ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും എന്താണ് ഉണ്ടായതെന്ന്. ഇവിടെയും അത് തന്നെ പ്രഷർ കാരണം അവിടെ ഈ ഒരു ഹോളുണ്ടായി. അങ്ങനെ അതും വെളിയിലോട്ട്
പോയിരിക്കുകയാണ്. സോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കൂടെ മനസ്സിലായി കാണും. വലിയ ഹ്യൂജ് എക്സ്പ്ലോഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് അവിടെ ചെറുതായിട്ട് ഒരു വരയെ വെട്ടോ വല്ല വന്ന് ഈ പ്രഷർ അടിച്ച് വെളിയിലോട്ട് ഈ സാധനം തെറിച്ച് പോകും, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഹ്യൂജ് എക്സ്പ്ലോഷൻ ഉണ്ടാകുമെന്ന് അറിയണം. എന്തായാലും നമുക്ക് വരും ദിവസത്തിൽ പറ്റുവാണെങ്കിൽ നമുക്കൊരു നല്ല ഗ്രാൻഡായിട്ട് ഒരു വലുതായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ സമ്മർ സമയത്ത് നിങ്ങളിതെല്ലാം വാങ്ങിച്ച് നിങ്ങളെ നിങ്ങളെ കാറിലെത്തും, പിന്നെ സ്കൂട്ടറിൻ്റെ ഡിക്കിക്കതെല്ലാം വാങ്ങിച്ചിടുന്നു. പക്ഷേ നിങ്ങളെ അവിടെ വെച്ചിട്ട് പോകുമ്പോൾ നമ്മളെ ചൂട് അടിച്ച് ജസ്റ്റ് അതിൻ്റെ അകത്ത് നല്ല ഒരു പ്രഷർ ചൂട് നല്ലതായിട്ട് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ചൂടായിട്ട് ജസ്റ്റ് ഇങ്ങനെ കീറി വെളിയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുടിച്ച് ചേർക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് ബെല്ലൈക്കൺ അടിച്ച് പഠിക്കുക. അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ. പോയിന്റ് ചെയ്യുന്നു. ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഔട്ട്.